അത്തം ദിനത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ഭീമൻ പൂക്കളം ഒരുക്കി തൃശൂരിലെ സായാഹ്ന കൂട്ടായ്മ. തെക്കേ ഗോപുരനടയിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഈ തെക്കേ ഗോപുരനടയിലെ ഭീമൻ പൂക്കളത്തോടുകൂടി തൃശൂരിലെ ഓണാഘോഷത്തിന് തുടക്കമായി അല്ലേ? തീർച്ചയായും വലിയ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്രത്തോളം ഭീമാകാരമായ ഒരു പൂക്കളമാണ് ഈ ഒരു തെക്കേ ഗോപുരനടയിൽ ഒരു സൗഹൃദ സായാഹ്ന കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ളത്. ഇത് എല്ലാ വർഷവും ഇത്തരത്തിൽ വലിയ പൂക്കളം ഇവിടെ ഒരുക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് തീമൊക്കെ ആയിട്ടായിരുന്നു ആ പൂക്കളം ഒരുക്കിയത്. എന്നാൽ ഇത്തവണ സാധാരണ രീതിയിലുള്ള ഈ നമ്മൾ സ്ഥിരമായി കാണുന്ന രീതിയിലുള്ള പൂക്കളത്തിൽ കാണുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 10 അടി വ്യാസത്തിലാണ് ഈ ഒരു പൂക്കളം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരത്തിൽ സൗഹൃദ സായാഹ്ന കൂട്ടായ്മയാണ് ഈ ഒരു പൂക്കളം ഒരുക്കിയത്. മണിക്കൂറുകളുടെ കഷ്ടപ്പാടുണ്ട്. നമുക്ക് ഈ ഒരു പൂക്കളത്തിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അത്രത്തോളം കഷ്ടപ്പാടുണ്ട് ഈ ഒരു പൂക്കളം ഒരുക്കാൻ എന്നുള്ളത്. പുലർച്ചെ മുതൽ തുടങ്ങിയ പണിയാണ്. ഏകദേശം 9 മണിയോടുകൂടിയാണ് ഈ ഒരു പൂക്കളം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ മുതൽ ഈ ഒരു പുലർച്ചെ മുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടുന്നു. ഇത് കാണാൻ വേണ്ടിയും വ്ളോഗ് എടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നിരവധി ആളുകളാണ് ഈ ഒരു ഗോപുര നടയിലേക്ക് തടിച്ചു കൂടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു ഒഴുക്ക് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ സംഘാടകരൊക്കെ ഇപ്പോൾ നമ്മോടൊപ്പം തന്നെ ചേരുന്നുണ്ടോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ ചേട്ടനാണ് ഈ ഒരു സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ സംഘാടനം. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇത്തരത്തിലൊരു ഭീമൻ പൂക്കളം ഇവിടെ ഇടുകയാണ്. അപ്പോൾ എന്താണ് ഇത്തവണത്തെ പൂക്കളത്തിൻ്റെ പ്രത്യേകത? ഇത്തവണത്തെ പൂക്കളം ഞങ്ങളുടെ ഏറ്റവും മനോഹരമായ ഡിസൈൻ ഇക്കൊല്ലമാണ് ഞങ്ങൾക്ക് പിറവിയെടുത്തിരിക്കുന്നത്. ഈ പൂക്കളം ഞങ്ങൾ 150ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. 18 വർഷമായി. ഇത് 18ാമത്തെ പൂക്കളമാണിത്. ഞങ്ങൾ 2008 ആരംഭിച്ച സംരംഭമാണ്. ഇതിപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇക്കൊല്ലത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ പൂക്കള സമർപ്പണം 10:30 കഴിയും. അതിനുശേഷം ഞങ്ങൾ ഘോഷയാത്രയായി കുമ്മാട്ടിയും വാദ്യമേളങ്ങളുമായി തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലുള്ള രാജാവിനെ വലം വെച്ച് തിരിച്ച് ഈ മൈതാനിയിൽ പ്രവേശിക്കുകയാണ്. ഒപ്പം തന്നെ വൈകിട്ട് ദീപചാർത്ത് തൃശ്ശൂരിൻ്റെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും മേയറും കൂടി നിർവഹിക്കുകയാണ് ദീപചാർത്ത്. അതിനുശേഷം തൃശ്ശൂരിൻ്റെ മുൻ മേയർ അജിത വിജയൻ്റെ നേതൃത്വത്തിലുള്ള കൈക്കൊട്ടികളിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഈ വർഷത്തെ ഒരു ഹൈലൈറ്റായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൃശ്ശൂരിന് സ്വന്തമായൊരു പൂരമുണ്ട്, തൃശ്ശൂരിന് സ്വന്തമായൊരു പുലിക്കളിയുണ്ട്. എന്നപ്പോൾ തൃശ്ശൂരിന് സ്വന്തമായൊരു അത്തഘോഷയാത്രയും കൂടി ഞങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. ചേട്ടാ, ശരിക്കും എത്ര സമയമെടുത്തു ഇത്രത്തോളം വലിയ ഒരു പൂക്കളം? 4 ദിവസത്തെ എഫർട്ടാണ്. ആദ്യം ഒരു സ്കെച്ച് ഇടും. അതിനുശേഷം ഞങ്ങളുടെ പ്രവർത്തകർ പൂ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂവ് വെട്ടി നുറുക്കി ചെറുതാക്കണം. ആ പൂവ് അരിയുന്നൊരു ചടങ്ങുണ്ട്. അതിനുശേഷം ഡിസൈൻ വീണ്ടും തയ്യാറാക്കും. അവസാനമാണ് ഡിസൈൻ തയ്യാറാക്കുള്ളൂ. അതിൽ സസ്പെൻസ് പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ തയ്യാറാക്കി അവസാനം ഇന്ന് പുലർച്ചെ വടക്കുന്നാഥൻ്റെ നിയമവെടിക്ക് ശേഷം എല്ലാ പ്രവർത്തകരും മാർപ്പുവിളികളുമായി ഒറ്റ മനസ്സോടുകൂടി തീർത്തൊരു മനോഹരമായ പൂക്കളമാണിത്. കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട് ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു തീമായിരുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും തീമുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീമില്ല. ഈ വട്ടം സന്തോഷം മാത്രമാണ് ഞങ്ങളുടെ തീം. സന്തോഷമാണ് തീം. ആ സന്തോഷത്തിൻ്റെ വലുപ്പമാണ് നിങ്ങളിപ്പോൾ ദർശിക്കുന്നത്. ഈ പൂക്കളം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പൂക്കളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അതൊരു ശരിവെച്ച് തരുമെന്ന് കരുതുന്നു. കാരണം ഇതൊരു ഗ്രാഫിക് ഡിസൈൻ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞൊരു ദൃശ്യമാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഒരുപാട് നേരത്തെ ഒരു എഫേർട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എല്ലാ വർഷവും ഏകദേശം 18 വർഷത്തോളമായി ഇത്തരത്തിൽ ഈ ഒരു അത്തം ദിവസം ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ ഇത്രത്തോളം വലിയ പൂക്കളം നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു വർഷവും വളരെ വർണ്ണാഭമായി തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായ ഡിസൈനോടുകൂടി തന്നെയാണ് ഈ ഒരു ഭീമാകാരനായ പൂക്കളത്തെ ഇവിടെ ഒരുക്കിയത് എന്നുള്ളതാണ്. ആളുകൾ ചുറ്റും കൂടിയിരിക്കുന്നത് കാണാം. രാവിലെ മുതൽ ഇത്തരത്തിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇതിൻ്റെ പണി തുടങ്ങുന്ന കഴിഞ്ഞ ദിവസം മുതൽ ഇതിൻ്റെ വർക്കുകൾ തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയം മുതൽ തന്നെ ആളുകൾ ഇവിടെ തടിച്ചു കൂടുകയാണ്. ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കണ്ട് ഫോട്ടോ എടുക്കാനും റീൽസ് ചിത്രീകരിക്കാനും ഒക്കെ നിരവധി ആളുകളാണ് ഈ ഒരു ഗോപുര നടയിൽ രാവിലെ മുതൽ എത്തുന്നത് എന്നുള്ളതാണ്. ആളുകളുടെ ഒരു ഓണത്തിൻ്റെ ഒരു ആവേശത്തിൻ്റെ തുടക്കം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പൂക്കളത്തോടു കൂടി തന്നെ തൃശ്ശൂരിലെ ഓണം ഉണർന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ഒരു ആർജവും ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു എല്ലാം ആ ഒരു മുഖഭാവം എല്ലാം ആളുകളിൽ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഓണത്തിൻ്റെ ആഘോഷങ്ങളാണ് നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ വലിയ ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ തെക്കേ ഗോപുരനടയിൽ ഒരു ഭീമൻ പുഷ്പം നമുക്ക് പൂക്കളം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഓണത്തിൻ്റെ തുടക്കമാണ്. അതോടുകൂടി ഓരോ ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പുലികളിയുണ്ട്. അത്തരത്തിലുള്ള ആഘോഷ ഇത്തവണ ശക്തിന്റെ തട്ടകം ഗംഭീരമായി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. നിരവധി ആളുകളാണ് ആ വലിയൊരു ഭീമൻ പൂക്കളം കാണാനെല്ലാം അവിടെ എത്തിയിട്ടുള്ളതും അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ മുതലാണ് ഈ ഒരു പൂക്കളത്തിൻ്റെ പണിപ്പുര ആരംഭിക്കുന്നത്. അതുമുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും നമുക്ക് കാണാം. ഈ പൂക്കളത്തിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ച. നിരവധി ആളുകളുണ്ട്, പ്രായഭേദമന്യേ കുട്ടികളുണ്ട്, പ്രായമായുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്. അത്തരത്തിൽ എല്ലാ വിഭാഗക്കാരും ഈ പൂക്കളം ആസ്വദിക്കാൻ വേണ്ടി ഈ ഒരു വടക്കുംനാഥ ക്ഷേത്ര മൈതാനിലേക്ക് എത്തുന്നു. നിരവധി പേരാണ് ഫോട്ടോകളെല്ലാം ചിത്രീകരിച്ച് റീൽസുകളെല്ലാം ചിത്രീകരിച്ച് മടങ്ങുന്നത്. അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴിയൊക്കെ നിരവധി ഫോട്ടോകളാണ് ആളുകൾ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് വ്യൂസും ഈ ഒരു ഓണപ്പൂക്കളത്തിന്, ഭീമാകരനായ പൂക്കളത്തിന് വർഷം തോറും ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ റീൽസ് അടക്കം ചിത്രീകരിക്കാൻ നേരത്തെ തന്നെ വ്ളോഗേഴ്സും അതുപോലെ തന്നെ മറ്റ് മാധ്യമ പ്രവർത്തകരും അല്ലാത്ത സാധാരണക്കാരുമെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പൂക്കളത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വലിപ്പം തന്നെയാണ്. ഏകദേശം 60 അടി വ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വലുതാണ് ഈ ഒരു പൂക്കളം എന്നുള്ളത്. ഒരുപാട് പേരുടെ എഫേർട്ട് അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്തുകൊണ്ട് വൃത്തിയായി ചെയ്യുന്ന ഒരു പൂക്കളമാണ്. ഒരു പക്ഷേ ഇത്രയും വലുപ്പത്തിൽ ഇത്രയും വൃത്തിയോടുകൂടിയുള്ള പൂക്കളം നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അതിനത്തം ദിനത്തിൽ ഈ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ തന്നെ എത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. അത്രയും വൃത്തിയോടുകൂടി അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഭീമാകരനായ ഒരു പൂക്കളം തയ്യാറാക്കിയത് എന്നുള്ളതാണ്. ഇതിൻ്റെ വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുകൾ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ വളരെയധികം ഭംഗിയോടുകൂടി തന്നെ ഒരു വലിയ പൂക്കളം ഇങ്ങനെ കിടക്കുന്ന പോലെ രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. അതിൻ്റെ നടുഭാഗത്തായി മറ്റ് ചെറിയ പൂക്കൾ, കളറുകൾ വ്യത്യാസമുള്ള പൂക്കൾ കാണാം. മഞ്ഞയും അതുപോലെ ഓറഞ്ചുമായ ഉള്ള ചെണ്ടുമല്ലിയാണ് പ്രധാനമായും ഈ ഒരു ഭാഗത്തല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നടുഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ വ്യത്യസ്തമായ മറ്റു പൂക്കളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വർണ്ണാഭമായ ഒരു കാഴ്ച അതുതന്നെയാണ് നമുക്ക് ഈ ഒരു പൂക്കളത്തിൽ ഒട്ടാകെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ ഇപ്പോഴും ഇത് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ മുതൽ ഈ ഒരു സമയം വരെയും ആളുകളുടെ ഒഴുക്ക് അത് കുറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭീമൻ പൂക്കളം കാണാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ ആഘോഷങ്ങൾ തുടക്കമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വൈകിട്ടും ഇതിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരിക്കും. മാത്രമല്ല പുലികളി അടക്കമുള്ള ആഘോഷങ്ങൾ തൃശ്ശൂരിൽ വരാനിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്നോണം, ഇതൊരു സൂചന മാത്രമാണ്, അതിൻ്റെ തുടക്കം എന്നോണം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഭീമൻ പൂക്കളം ഈ ഒരു തെക്കിൻകാട് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്നത്. ശരി, അത്തം ദിനത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ഭീമൻ പൂക്കളം ഒരുങ്ങി. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.